50 നോമ്പ് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മല കയറാൻ പോക്കെന്ന് പറഞ്ഞാൽ അതൊരു ശീലം കേട്ടോ. നമ്മൾ തോമസിലെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ മലകയറ്റം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. കൂടെ ഒന്ന് ജെഫിനാണുള്ളത്. പൊതുവെ ഇപ്പോൾ നല്ല ചൂടുള്ള അന്തരീക്ഷമാണെങ്കിൽ തന്നെ 7 മണിയായപ്പോൾ തന്നെ ഒരുവിധം നല്ല ആളുണ്ട് കേട്ടോ മല കയറാനായിട്ട്. ഈ കാണുന്ന ഏരിയയിലൊക്കെ ഒത്തിരി കടകളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പ്ലാസ്റ്റിക് വിമുക്ത ഏരിയ ആയ പിന്നെ അധികം കടകളൊന്നും ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയില്ല. അതിൻ്റെ നല്ല രീതിയിൽ പ്ലാസ്റ്റിക് കുറവുണ്ട്. എന്നാലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ചൊക്കെ പ്ലാസ്റ്റിക് നമുക്ക് കാണാം. മലയാറ്റൂർ തീർത്ഥാടനത്തിൻ്റെ സവിശേഷത അനുസരിച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ മല കയറുന്നത് ദുഃഖ വെള്ളിയാഴ്ച നൈറ്റ് ആട്ടോ. അപ്പം ലൈഫിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും ദുഃഖ വെള്ളിയാഴ്ച നൈറ്റ് ഒന്ന് മല കയറാൻ ശ്രമിക്കുക. ആ ഒരു അനുഭവം ലൈഫിൽ വ്യത്യസ്തമായിരിക്കും കേട്ടോ. കുറച്ച് നേരമൊക്കെ ഇരുന്ന് വെള്ളമൊക്കെ കുടിച്ച് പതിയെ അങ്ങനെ ഞങ്ങൾ 14ാം സ്ഥലത്ത് എത്തിയിട്ടോ. തോമാശ്രീയുടെ സ്റ്റാച്ചുവും ആനകുത്തിയ പള്ളിയും പൊന്നും കുരിശും കാൽപാദവും കണ്ടിട്ട് നമ്മൾ പതിയെ താഴേക്ക് ഇറങ്ങി. അതിമനോഹരമായ വയലും തടാകവും പെരിയാറും കുറച്ചൊക്കെ നല്ല ക്ലൈമറ്റ് ആണെങ്കിൽ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് വരെ നമുക്ക് ഈ കാൽപാദത്തിന്റെ ഈ സൈഡിൽ നിന്ന് കാണാനായിട്ട് കഴിയും. മല കയറാനായിട്ട് ഏകദേശം 1 മണിക്കൂർ എടുത്ത് നമുക്ക് ഇറങ്ങി വരാനായിട്ട് അരമണിക്കൂർ കഷ്ടി വേണ്ടി വന്നുള്ളൂ. അടിവാരത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ നേർച്ചക്കഞ്ഞി വിതരണം ഉണ്ടായിരുന്നു. നോമ്പുകാലം തുടങ്ങി പെരുന്നാൾ അവസാനിക്കുന്നവരെ ഒട്ടുമിക്ക ഞായറാഴ്ചകളിലും നേർച്ചക്കഞ്ഞി വിതരണം ഉണ്ടായിരിക്കുന്നതാണ് അടിവാരത്ത്. അങ്ങനെ ഞങ്ങളും ക്യൂ നിന്ന് ആ ചൂടൻ നേർച്ചക്കഞ്ഞി വാങ്ങിച്ചു. ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു രുചിയാട്ടോ നേർച്ചക്കഞ്ഞിക്ക് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.